പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കകത്തു നിന്നല്ല, ഭരണപക്ഷത്തു നിന്നും സാമുദായിക നേതാക്കളും ഒക്കെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കാലാകാലങ്ങളിൽ വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ചിലരൊക്കെ നേതൃസ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ എത്താറുണ്ട്. അവരൊക്കെ മുന്നോട്ട് പോകുന്നത് വല്ലാതെ ബുദ്ധിമുട്ടിയാണ്. അതിൽ ഒന്ന് VM സുധീരനായിരുന്നു. തൻ്റെതായ കാഴ്ചപ്പാടുള്ള പരിസ്ഥിതി വിഷയത്തിലാകട്ടെ മറ്റു വിഷയങ്ങളിലാകട്ടെ പ്രതിച്ഛായക്ക്, തൻ്റെ സ്വന്തം പ്രതിച്ഛായക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ഒരു നേതാവ്. പലപ്പോഴും മറ്റ് നേതാക്കളുമായി കലഹിച്ചു മാത്രമേ മുന്നോട്ട് പോകാനാവൂ. അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ സമുദായ അധ്യക്ഷന്മാരും മറ്റുള്ളവരും ഒരുപക്ഷെ എൻഡോഴ്സ് ചെയ്തു എന്നിരിക്കില്ല. സാധാരണ കോൺഗ്രസിൻ്റെ ഒരു DNA, ഒരു ജനിതക ഘടന എന്ന് പറയുന്നത് പൊരുത്തപ്പെട്ട് പ്രീണിപ്പിച്ച് അപ്പീസ്മെൻറ്റ് പോളിസി സമുദായ സംഘടനകളെയും നേതാക്കന്മാരെയും ആൾദൈവങ്ങളെയും എല്ലാം പരമാവധി പ്രീണിപ്പിച്ച് അവിടുന്ന് പോരുന്നെങ്കിൽ 4 വോട്ട് പോരട്ടെ, സംഘടനാ ദൗർബല്യം മറികടക്കുന്ന പലപ്പോഴും അങ്ങനെയാണ്. പക്ഷേ വി ഡി സതീശനെ പോലെ ഒരാൾ രംഗത്ത് വരുമ്പോൾ അത് വ്യത്യസ്തമായി. അദ്ദേഹം ഒരു പഠനമുള്ള ഒരാളാണ്, അദ്ദേഹം ഒരു അക്കാഡമിക് പശ്ചാത്തലമുള്ള ഒരാളാണ്. നന്നായി വായിക്കും, നന്നായി ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യും, പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ശ്രീ വി ഡി സതീശൻ. ഏത് സദസ്സാണോ തോമസ് ഐസക്കിനെ ബഡ്ജറ്റ് സമയത്തൊക്കെ ശക്തമായി നേരിട്ടിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തികമെങ്കിൽ അങ്ങനെ, ഇനി സാമുദായികമായ കാര്യങ്ങൾ SNDP യോഗത്തിൽ ചെന്നാലും NSSന്റെ ആണെങ്കിലും ക്രൈസ്തവ സഭയുടെ വിവിധ അവാന്തര വിഭാഗങ്ങളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്താലും അവിടുത്തെ ഒരു സാമുദായിക നേതാവ് സംസാരിക്കുന്നതിനേക്കാൾ കൃത്യതയോടുകൂടി ആ സമുദായത്തെക്കുറിച്ച്, അവരുടെ ചിന്തകളെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാനും വിശകലനം ചെയ്യാനും മിടുക്കനായ ആളാണ് വി ഡി സതീശൻ. അതൊക്കെ നല്ല പോസിറ്റീവ് കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും ചെന്ന് സമുദായ നേതാക്കളുടെ അരമനയിൽ ചെന്ന് ആസ്ഥാനത്ത് ചെന്ന് കുമ്പിടാനും കാല് പിടിക്കാനും വിമുഖതയുള്ള ഒരാളുമാണ്. എന്നാൽ അദ്ദേഹം പോവില്ല എന്നല്ല, അദ്ദേഹം പോകും, ആവശ്യമുണ്ടെങ്കിൽ പോകും, കാണും, ശരാശരി ബന്ധം മാത്രം പുലർത്തുന്ന ഒരാളാണ്. ഇതാണ് ഒരു പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും G. സുകുമാരൻ നായരെയും NSSന്റെയും SNDPയുടെയും നേതൃത്വത്തെ ഒരുപക്ഷെ അലോസരപ്പെടുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, അവർ വലിയ പ്രാധാന്യം കൊടുത്തില്ല എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം അവരുടെ സ്വാധീന NSSന്റെയും SNDPയുടെയും സ്വാധീന മേഖലയിൽ UDFന് സാധിച്ചു. അങ്ങനെയെങ്കിൽ NSSന്റെയും SNDPയുടെയും വിലപേശൽ എങ്ങനെ നടക്കും? യഥാർത്ഥത്തിൽ സ്ഥാപനങ്ങളാണ്, എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, അവിടെയൊക്കെയുള്ള ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് വി ഡി സതീശൻ എത്തിയാൽ UDF ജയിക്കുകയും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്താൽ അവിടെ മുസ്ലിം ലീഗും വി ഡി സതീശനും എല്ലാം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാര്യം വരികയും SNDPയുടെയും NSSന്റെയും താല്പര്യങ്ങൾ, സമുദായ താല്പര്യങ്ങളും സ്ഥാപന താല്പര്യങ്ങളും നടപ്പാക്കാതെ വരികയും ചെയ്യുമെന്ന ഒരു ഭീതി. യഥാർത്ഥത്തിൽ അതാണ് ഈ ആക്രമണത്തിൻ്റെ എല്ലാം പിന്നിൽ. ഈ ആക്രമണമെല്ലാം കണ്ട് ഊർച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് കോൺഗ്രസിനുള്ളിൽ. അതായത് വി ഡി സതീശൻ ഒന്ന് നട നീങ്ങിയിട്ട് വേണം ആ കസേരയിൽ പലർക്കും ഇരിക്കാൻ. അതുകൊണ്ട് അതൊന്നും പരസ്യമായി എല്ലാം കോൺഗ്രസ് ഐക്യമാണ് എന്നൊക്കെ പറയുമ്പോഴും വി ഡി സതീശനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ആദ്യ ഏതാനും മണിക്കൂറിൽ ഉന്നത നേതാക്കളായ രമേശ് ചെന്നിത്തലയാകട്ടെ, കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആകട്ടെ, കമാൽ ലക്ഷം ഇന്ത്യയിലെ, പക്ഷെ പിന്നീട് ആദ്യം രംഗത്ത് വരുന്ന കെ മുരളീധരനാണ്. ഇത് കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാടാണ്, ഐഡിയോളജിയാണ്. മതങ്ങളെ പ്രീണിപ്പിക്കുന്ന അല്ലെങ്കിൽ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന നയമല്ല. ആ നയം തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് വിമർശിക്കുന്നവരെ ആ വിമർശനത്തിന് മറുപടിയും ഉണ്ടാകും എന്ന് പറഞ്ഞത് വി ഡി സതീശനെ പിന്താങ്ങി സംസാരിച്ചത് കെ മുരളീധരനാണ്. പിന്നീട് രമേശ് ചെന്നിത്തല മനസ്സില്ലാ മനസ്സോടെയെങ്കിലും രംഗത്ത് വരേണ്ടി വന്നു. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് NSSന്റെ സമുദായ ആചാര്യൻ സംസാരിക്കുന്നത് എന്നൊരു പ്രതീതി വന്നു. അത് അദ്ദേഹം പിന്നീട് തിരുത്തി. ഞാൻ ആർക്ക് വേണ്ടിയുമല്ല, തരൂരിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്? തരൂരിന് വേണ്ടി സംസാരിച്ചു എന്ന ഒരു ചിന്ത അദ്ദേഹത്തെ ആദ്യം ഡൽഹി നായരായി മുദ്രകുത്തി മാറ്റി നിർത്തി, പിന്നീട് തിരുവനന്തപുരം നായരായി മുദ്രകുത്തി, പിന്നീട് പെരുന്നയും തിരുവനന്തപുരവും ഡൽഹിയും ഒക്കെ തമ്മിലുള്ള അകലമൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് തരൂർ വിശ്വമാനവികതയുടെ പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന G. സുകുമാരൻ നായരെ കണ്ടു. പക്ഷേ ഇപ്പോഴും തരൂർ
തൊപ്പി എറിഞ്ഞ് കളത്തിൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഇല്ല. 2 വർഷം മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് NSSനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ UDFന്റെ ആരധികാരത്തിൽ വന്നാലും KC വേണുഗോപാലാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണ്, അതുമല്ല എങ്കിൽ VD സതീശനാണ്, അതുമല്ല എങ്കിൽ സർപ്രൈസ് കാൻഡിഡേറ്റായി തരൂർ ഉൾപ്പെടെ വന്നാലും അത് നായർ മുഖ്യമന്ത്രിയാണ്. ഒരു നായർ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന ഒരു ചിന്ത വളരെ പ്രബലമാണ്. അല്ല എങ്കിൽ അടൂർ പ്രകാശിനെ പോലെ ആരെങ്കിലും ഒരാൾ രംഗത്ത് വരികയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും വേണം. ഇപ്പോഴും കോൺഗ്രസ് ഒരു ബുദ്ധിപരമായ സമീപനമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ സതീശനെതിരെയുള്ള പോരാട്ടത്തിന് 2-3 അർത്ഥതലങ്ങൾ കാണേണ്ടതുണ്ട്. ഒന്ന്, വഴങ്ങുന്ന പ്രകൃതമില്ലാത്ത ഒരാൾ അരമനയുടെ നിരങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞ ആ ഒറ്റ വാചകമാണ് G. സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറിയെ പ്രകോപിപ്പിച്ചത്. അരമണയിൽ നിരങ്ങാനില്ല എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമായി കാണേണ്ടതില്ലേ? എന്തിനാണ് നിരങ്ങുന്നത്? അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ G. സുകുമാരൻ നായർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. അത് നോക്കി വാസവനാകട്ടോ, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. അപ്പോൾ ശബരിമലയുടെ ഉൾപ്പെടെ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെ ചുമതലയുള്ള മന്ത്രി വാസവൻ ഫോണിൽ വിളിക്കാം. അപ്പോൾ ഇടതുപക്ഷ നേതാക്കൾ അരമന കയറുന്നില്ലായിരിക്കാം, NSS ആസ്ഥാനം നിരന്തരം UDF നേതാക്കളെ പോലും സന്ദർശിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഒരു അന്തർധാര എപ്പോഴും ഉണ്ടല്ലോ. സാറിന് ഓർമ്മ ഉണ്ടാകും തോന്നുന്നു, പണ്ട് കോന്നിയിൽ തോപ്പിൽ ഭാസി മത്സരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തിനടുത്ത് ചെന്ന് പറഞ്ഞു, ഒന്ന് സമയം ഉണ്ടാക്കിയിട്ട് NSS ആസ്ഥാനത്ത് മന്നത്തിനെ ഒന്ന് പോയി കാണണമെന്ന്. തോപ്പിൽ ഭാസി പറഞ്ഞു, അദ്ദേഹത്തിന് സമയമുണ്ട്, എന്നെ ഒന്നൊന്ന് കാണാൻ പറ എന്ന് പറഞ്ഞു. ഇതേതോ ബിരുദൻ അവിടെ പോയി മന്നത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവനാണ് തന്തയ്ക്ക് പിറന്നവൻ. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതാണ് ഒരു വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഉള്ള അന്തരീക്ഷം ഉണ്ടാകണം. സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. സമുദായ സംഘടനകൾ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന നിലയിൽ ഉണ്ടാവണം. SNDPയും NSSും ഒക്കെ തീർച്ചയായും കാലഘട്ടത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ ആരായിരിക്കണം, അതത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരായിരിക്കും വരേണ്ടത് എന്നൊക്കെ ഒരു സമ്മർദ്ദപൂർവ്വം തീരുമാനിക്കാൻ സമുദായ സംഘടനകൾ മുന്നിട്ടിറങ്ങിയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും? അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 2 കൂട്ടരും NSSൻ്റെയും SNDPയുടെയും നേതൃത്വം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന പ്രതീതി, അത് അങ്ങനെ സംഭവിച്ചാലും ഇല്ലെങ്കിലും പ്രതീതി ഉണ്ടായ സ്ഥിതിക്ക് VD സതീശൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് എക്കാലത്തും ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടായ അത്ഭുതകരമായ വളർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പ്രതികരണങ്ങളൊരു സൂചനയാണ് എങ്കിൽ VD സതീശൻ ഹാസ് മെയ്ഡ് ഇൻറോഡ്സ് ഇൻ ടു ദ കോമൺ മാൻസ് മൈൻഡ്. ഈ ജാതി മത സംഘടനകൾ എത്ര നായന്മാരാണ് NSS പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്നത്? എത്ര ഈഴവരാണ്, ശ്രീനാരായണീയരാണ്, പുതുതലമുറ അതിന് കേരള ജനസംഖ്യയുടെ പകുതിയിലധികവും ഒരു 30-35 വയസ്സിൽ താഴെയുള്ള ജനതയല്ലേ? അവർക്ക് ഈ സമുദായ സംഘടനകളുടെ മാത്രം ഡിക്റ്റാറ്റ്സ് അനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ഇടയിൽ പാർട്ടിക്കാരല്ലാത്തവരുടെ CPM കോൺഗ്രസ് അണികളല്ല, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ ഇടയിൽ VD സതീശനെ ഒരു ഇതിഹാസ പുരുഷന്റെ പരിവേഷം ഇങ്ങനെ ചാർത്തി ലഭിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും ഉർവശി ശാപം ഉപകാരം എന്ന നിലയിലാണ് VD സതീശൻ ഒരു പക്ഷേ അതിനെ കാണുന്നത്. വളരെ സമചിത്തതയോടുകൂടി തന്നെ അദ്ദേഹത്തിനെതിരെ വന്ന അദ്ദേഹം വളരെ ശാന്തമായി പ്രതികരിച്ചു. തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു. സാമുദായിക ധ്രുവീകരണം സംഭവിക്കാൻ ന്യൂനപക്ഷ വർഗീയതയാകട്ടെ ഭൂരിപക്ഷ വർഗീയതയാകട്ടെ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന് അപകടമാണ്, തലമുറകൾക്ക് അപകടത്തിലാണ്. താനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ നാട് നീങ്ങും, കാലം ചെയ്യും, അല്ലെങ്കിൽ കാലയവനിക്കുള്ളിൽ മറയും. പക്ഷേ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള അന്തകവിത്തുകൾ പാകുന്നത് ആരോഗ്യപരമല്ല എന്ന് വളരെ ധൈര്യത്തോടു കൂടി പറയുന്ന VD സതീശനെയും കണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും പക്ഷെ കോൺഗ്രസ് പാർട്ടി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കുമ്പോൾ ഇത്രയും ധൈര്യമുള്ള നിലപാടുകൾ എടുക്കുന്നവരെ താങ്ങാനാവുമോ കോൺഗ്രസ് പാർട്ടിക്ക് എന്ന ഒരു ചിന്ത കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. ഹൈക്കമാൻഡാണല്ലോ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ എല്ലാ സമുദായ സംഘടനകൾക്കും സ്വീകാര്യനാകുന്ന ഒരുവന് വേണ്ടിയുള്ള അന്വേഷണം ഒരുപക്ഷെ വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു VD സതീശനാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ. പൊതുജനങ്ങളുടെ മനസ്സിൽ പക്ക പ്രതിപക്ഷ നേതാവും ജനനായകനും VD സതീശനാണ്. ഒരു കോൺഗ്രസ് നേതാവിനും ആ തലപ്പൊക്കത്തിൽ ഇപ്പം ഒരേപോലെ നിന്ന 3 പേരാണ്. ശ്രീ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, ശ്രീ രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, മുൻ പ്രതിപക്ഷ നേതാവ്, ഏറ്റവും സീനിയറായ നിലവിലെ കോൺഗ്രസ് നേതാവ്, 3 ഹൈക്കമാൻഡിൻ്റെ സ്വന്തം ആളായ കേന്ദ്രത്തിൽ വലിയ പിടിപാടുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ ഓൾ ഇന്ത്യ ലെവലിൽ
മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞാൽ, ഗാന്ധി നെഹ്റു ഫാമിലിക്ക് പുറത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹമാണ്, കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും കഴിയാത്ത ഒരു ജനസ്വാധീനം, എത്തിപ്പെടാനാവാത്ത ഒരു ഇടം കേരള മനസ്സുകളിൽ ഈ ഒരു തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ തനിക്ക് ലഭിക്കുന്നു എന്നത് ഒരു എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ 2014 കൊല്ലത്ത് പോയി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ എൻ കെ പ്രേമചന്ദ്രന് പരനാറി എന്ന് പറഞ്ഞു. അപ്പം പ്രേമചന്ദ്രന്റെ ഗ്രാഫ് അവിടെ ഉയരുകയാണ് ചെയ്യുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ സാമുദായിക നേതാക്കന്മാരുടെ ഇടപെടൽ കാരണം വി.ഡി. സതീശന്റെ ഗ്രാഫ് സാറ് പറഞ്ഞതുപോലെ ഉയർന്നു കഴിഞ്ഞിരിക്കും. അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ അതൊരു കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ നന്നാകാനുള്ളൊരു സമയമാണ്. അതായത് കോൺഗ്രസിന്റെ ഒരു അടിസ്ഥാനപരമായ രീതിശാസ്ത്രം എന്ന് പറയുന്നത് സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാ രീതിയിലും സമാഹരിക്കാവുന്ന വോട്ടുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കടന്നുകൂടുക. പിന്നെ അവസാന നിമിഷം രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, വലിയൊരു ഇളക്കി മറിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നു. അങ്ങനെ ആ വെയ്വിനകത്ത് ജയിച്ചു വരിക. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം എക്കാലത്തും ഇപ്പോഴും ഉണ്ട്. ആ ദൗർബല്യം മറികടക്കുന്ന അങ്ങനെയൊക്കെയാണ്. പക്ഷെ വേറിട്ടൊരു മാതൃക, സ്വല്പം പ്രത്യയശാസ്ത്രപരമായ ഒരു സമീപനം, മതനിരപേക്ഷതയ്ക്ക് CPM കൊടുക്കുന്ന ഒരു നിറമല്ല, അതായത് ഓപ്പർച്യൂണിസ്റ്റിക് നിറമല്ല, ഒരു കൃത്യതയുടെ നിറം കൊടുക്കാൻ ധൈര്യപൂർവ്വം കടന്നു വരുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഒരു പുതുമയുള്ള സമീപനം തന്നെയാണ് ശ്രീ വി.ഡി. സതീശൻ്റേത് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഏറെ ബഹുമാനിതനാകുന്നത്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ഇപ്പോൾ NSSകാരോ SNDPക്കാരോ അല്ലല്ലോ തള്ളിപ്പറഞ്ഞ, സമുദായ നേതാവ് തള്ളിപ്പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതൊരു തിരസ്കരണമായി മാറുന്നില്ല എന്നാണ് എൻ്റെ ചിന്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.